ഈ റോസ് കണ്ടോ, പട്ട് റോസാണ്, മുള്ളില്ലാത്ത പട്ട് റോസ്. ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞാണ് കേട്ടോ. നേരത്തെയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്നത് മുള്ള് കാരണം തൊടാൻ പോലും ഇല്ലാത്ത സൈസ് ഒരു പട്ട് റോസായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ മുള്ളില്ലാത്ത പട്ട് റോസ്. നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് നട്ട് വെക്കുന്നതൊക്കെ. ഇപ്പോൾ അതിൻ്റെ അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ 3 റോസുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഒരു പട്ട് റോസാണ്, മുള്ളില്ലാത്ത പട്ട് റോസ്. ഒന്ന് ബിഗ് വൈറ്റ്, ഒരു നല്ല ബിഗ് ഫ്ലവർ തരുന്ന ഈ ഒരു റോസ്. നല്ല വലിയ പെറ്റൽസുള്ള വലിയ പൂവാണ്. അപ്പോൾ അത് 3 നന്നായി തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ നേരത്തെ വാങ്ങിയിട്ടുള്ള റോസുകളും പിടിച്ച് കിട്ടി, എല്ലാത്തിലും പൂവായിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ അപ്ഡേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇതാ ഫസ്റ്റ് ഫ്ലവർ വന്നിട്ടുള്ളതാണ്. നല്ല കളറാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു പ്രത്യേക കളർ, നല്ല ഭംഗിയാണ് കാണാൻ. നട്ട് വയ്ക്കുമ്പോൾ നമ്മൾ മണലും ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിശ്രിതമായിരിക്കണം. ഞാൻ കൂടുതലായിട്ട് നടാനെടുക്കാറുള്ളത് നല്ല മണൽ കൂടിയ മണ്ണൊക്കെ. നമ്മൾ ഇങ്ങനെ മഴ പെയ്തൊക്കെ കഴിയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മഴയിൽ ഒഴുകി വരുന്ന ഇങ്ങനെ മണലും കൂടെ കൂടി അടിഞ്ഞു കിടക്കുന്ന മണ്ണുണ്ടാവും. അത് കാണുമ്പോൾ ഒക്കെ എടുത്ത് ശേഖരിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലാണ് ഞാൻ നടാറുള്ളത്. അല്ലാതെ നമ്മൾ ചെടി കിട്ടി കഴിയുമ്പോൾ ഓടിപ്പോയി കുറച്ച് മണ്ണ് ഒക്കെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നാൽ മഴയത്തൊക്കെ ഉള്ള മണ്ണിൽ അങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന മണ്ണൊക്കെ ആയിരിക്കും. പശയൊക്കെ ഉള്ള മണ്ണിൽ പിടിച്ച് കിട്ടില്ല. മഴക്കാലത്ത് മണ്ണ് ഇപ്പം നനഞ്ഞ് കുഴഞ്ഞൊക്കെ ഇരിക്കുന്ന മണ്ണായിരിക്കും. അപ്പോൾ നമ്മൾ മഴയത്തൊക്കെ പോട്ടിംഗ് മിശ്രിതം നടാറുള്ളതൊക്കെ നേരത്തെ റെഡിയാക്കി ഇതുപോലുള്ള മണ്ണുകൾ നമ്മൾ കിട്ടുമ്പോഴൊക്കെ ശേഖരിച്ച് വയ്ക്കുക. അപ്പോൾ റോസ് നടാൻ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള മണൽ കൂടി ആ മണ്ണിലേക്കാണ് വേര് പിടിച്ച് കിട്ടുക. അപ്പം നമ്മൾ നടുന്ന കാര്യങ്ങളും കൂടെ നല്ല പൊട്ടിമിശ്രിതമാണെങ്കിൽ, അതുപോലെ തന്നെ നേരിട്ട് വെയിൽ കൊള്ളാതെ നല്ല പ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് തന്നെ മാറ്റി വയ്ക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളമൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോസ് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്ന എല്ലാ റോസുകളും തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ്. ഒരുപാട് പേർക്ക് പിടിച്ച് കിട്ടാണ്ടൊക്കെ പോകുന്നുണ്ട്. അത് പ്ലാന്റ് നമുക്ക് അയച്ചു തരുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കുകയും നമ്മൾ നടുന്ന പൊട്ടി മിശ്രിതം നല്ലതുമാണെങ്കിൽ നമുക്ക് റോസ് പോകാതെ തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു റോസിലുണ്ടായ ഫ്ലവർ ഒന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. വലിയ പൂക്കളാണ് ഉണ്ടായത്. ഒരു ഗ്രീൻ കളറും കൂടെ മിക്സായിട്ട് വന്നിട്ടുള്ളൊരു വൈറ്റാണ്. അപ്പോൾ ഈ റോസുകളാണ് കേട്ടോ അത് പൂത്ത് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.